നമസ്കാരം, ഞാൻ ഡോക്ടർ സുമി, എആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപസ്മാരം എന്നുള്ളൊരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ അഥവാ ന്യൂറോൺസിലേക്കുള്ള വൈദ്യുത തരംഗങ്ങൾ, ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് ആണ് നമ്മുടെ കൈകാലിന്റെ ചലനങ്ങളെ നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും. ഈ തരംഗങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപസ്മാരം എന്ന രോഗാവസ്ഥയുടെ അടിസ്ഥാനം. പല വിധത്തിലാണ് അപസ്മാരം പ്രകടമാവുക. കോമൺ ആയിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു: ജനറലൈസ്ഡ് ആൻഡ് ഫോക്കൽ. ജനറലൈസ്ഡ് സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ തലച്ചോറ് മൊത്തമായിട്ട് ആക്ടിവേറ്റ് ആവുന്നതിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് സീഷേഴ്സ് എന്ന് പറയും. തലച്ചോറിന് ചില ഭാഗങ്ങളിൽ മാത്രം ആക്ടിവേറ്റ് ആവുമ്പോൾ അതിനെ പാർഷ്യൽ സീഷേഴ്സ് അല്ലെങ്കിൽ ഫോക്കൽ സീഷേഴ്സ് എന്ന് പറയും. അപസ്മാരം വരുന്ന ഒരു വ്യക്തി അവരുടെ കൈകാലുകൾ ശക്തമായി ചലിപ്പിക്കുക, വിറയൽ, തല ഒരു സൈഡിലേക്ക് കൂടി പോവുക, കണ്ണ് ഒരു സൈഡിലേക്ക് ഫിക്സ് ആവുക, കണ്ണ് മേലെ പോയി തുറച്ചു നോക്കുന്ന മാതിരി ആവുക, വായിൽ നിന്നൊരയും പതയും വരിക, അവരറിയാതെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുക, കുറച്ച് സമയത്തേക്ക് അവരുടെ ബോധം നഷ്ടപ്പെടുക തുടങ്ങിയ അവസ്ഥകളാണ് കോമൺ ആയിട്ട് പ്രകടമാവാറുള്ളത്. എല്ലാ പ്രായക്കാർക്കും, ജനിച്ച ഉടനെയുള്ള കുഞ്ഞു തൊട്ട് എല്ലാ പ്രായത്തിലും വരാവുന്ന ഒരു രോഗമാണ് അപസ്മാരം. പല കാരണങ്ങളെ കൊണ്ട് ഫിറ്റ്സ് വരാറുണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ളത് ബ്ലഡിൽ ഷുഗർ കുറയുക, സോഡിയം കുറയുന്നത്, കാൽഷ്യം മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുക, അതല്ലെങ്കിൽ തലച്ചോറിനുള്ളിൽ രക്തസ്രാവം, ട്യൂമർ, തലച്ചോറിന് മുൻപെപ്പോഴും ഏറ്റ ക്ഷതം, ഇതെല്ലാം അപസ്മാരത്തിന് കാരണമാവാറുണ്ട്. ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരാൾക്ക് അപസ്മാരം വരാവുന്നതുമാണ്. ഇനി നമ്മുടെ അടുത്ത് ആർക്കെങ്കിലും അപസ്മാരം വന്നാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അവരെ തുറസായ സ്ഥലത്ത്, പ്രിഫറബിളി നിലത്ത് തന്നെ കിടത്തുക, ഇടത്തുവശം ചരിച്ചു കിടത്തുക. അത് അപസ്മാരം വരുമ്പോൾ ചിലർക്ക് ശക്തമായ ഛർദി ഉണ്ടാവാറുണ്ട്. ആ ഛർദിൽ ആസ്പിറേറ്റ് ചെയ്ത് അവർക്ക് ന്യൂമോണിയ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇടത്തുവശം ചരിച്ചു കിടത്തുന്നത് സഹായിക്കും. അപസ്മാരം ഗുരുതരമായ രോഗലക്ഷണമാണ്. ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അപസ്മാരം വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് വേണ്ട ടെസ്റ്റുകൾ നടത്തി എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ളതിൻ്റെ കാരണം തേടേണ്ടതും, അവർ നിശ്ചയിക്കുന്ന ചികിത്സ എത്ര നാളിലേക്ക് നിശ്ചയിക്കുന്നോ അത്രയും നാളിലേക്ക് കൃത്യമായിട്ട് കഴിക്കേണ്ടതുമാണ്. താങ്ക് യു.